കുറച്ച് പേര് അതൊരു പ്രശ്നമാണെന്ന് മുൻവിട്ട് തരില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വികസനം വരുന്നത് നമ്മുടെ നാടിന് തന്നെ ഒരു മുന്നേറ്റമാണ്. ഇപ്പം നമ്മുടെ സുവോളജിക്കൽ പാർക്ക്, അതുപോലെ തന്നെ ഒട്ടേറെ ടൂറിസം പദ്ധതികളൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വരുന്നത് നോക്കി നമ്മുടെ ഈ മലയോര മേഖലയിൽ വികസനം വളരെയധികം, അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അതിൻ്റെ ജീവിത നിലവാരത്തിൽ തന്നെ വളരെയധികം മാറ്റം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇന്ന് ഈ റോഡിൻ്റെ മാത്രമല്ല, നമുക്ക് വഴിനടക്കട പാലം, ഇപ്പോൾ ബസ്സുകാർ പോലും ഇപ്പോൾ പഞ്ചായത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ ഓട്ടം നിർത്താൻ പോവുകയാണ്, ഇനി അത് ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ നഷ്ടമാണ് സംഭവിക്കുക, അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഓട്ടം നിർത്താൻ പോവുകയാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം റോഡിൻ്റെ ആ പാലം എപ്പോഴാണ് ഇടിഞ്ഞു വരുന്നത് എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നതാണ്. പോകുന്ന സമയത്ത് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമുക്കത് വളരെ നഷ്ടങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല. നിലവിൽ നമുക്ക് അതിലൊരു ഫണ്ട് മെയിൻ്റനൻസിന് വെക്കാനോ അല്ലെങ്കിൽ ആ പാലത്തിന് ചെയ്യാനോ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കേരളത്തിൽ നമ്മൾ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. മലയോര ഹൈവേ സ്ഥലം ഏറ്റെടുത്ത് 85% ഏറ്റെടുത്താൽ മാത്രമാണ് അത് ടെൻഡർ നടപടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയായിട്ടില്ല. നമുക്ക് 80% ആളുകൾ ഭൂമി വിട്ടു തന്നിട്ടില്ല. അപ്പോൾ അത് അവർക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇങ്ങോട്ട് ഫണ്ട് വയ്ക്കുകയും മലയോര വികസനവുമായി ബന്ധപ്പെട്ട് ഇത്രയും കോടി രൂപ വയ്ക്കുകയും നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. തീർച്ചയായും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ഈ ഇത്രയും പൈസ നമുക്ക് അനുവദിച്ചത് മറ്റു പഞ്ചായത്തുകൾ, കുഴു പഞ്ചായത്തിലൊക്കെ അതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ച പോലെ ഇപ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിലും ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവിടെയും വർക്കുകൾ നടക്കും. നമ്മുടെ പുത്തൂര് മാത്രമാണ് ഒരു മെല്ലെപ്പോൾ ഇതുവരെയും ഭൂമി പോലും ഏറ്റെടുത്ത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അത് നല്ല മനസ്സുള്ള ആളുകളും ഇതിൻ്റെ ഒപ്പമുണ്ട്. എന്നാൽ ചെറിയ കാരണങ്ങൾ കൊണ്ട് പിന്നോട്ട് അടിക്കുന്ന ഒരു അവസ്ഥ, അത് മൊത്തം ഒരു വികസനത്തിന് തന്നെ ബാധിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കി പോകണം. അങ്ങനെയുള്ള കുറച്ച് പേര് അതൊരു പ്രശ്നമാണെന്ന് മുൻവിട്ട് തരില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വികസനം വരുന്നത് നമ്മുടെ നാടിന് തന്നെ ഒരു മുന്നേറ്റമാണ്. ഇപ്പം നമ്മുടെ സുവോളജിക്കൽ പാർക്ക്, അതുപോലെ തന്നെ ഒട്ടേറെ ടൂറിസം പദ്ധതികളൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വരുന്നത് നോക്കി നമ്മുടെ ഈ മലയോര മേഖലയിൽ വികസനം വളരെയധികം, അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അതിൻ്റെ ജീവിത നിലവാരത്തിൽ തന്നെ വളരെയധികം മാറ്റം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇന്ന് ഈ റോഡിൻ്റെ മാത്രമല്ല, നമുക്ക് വഴിനടക്കട പാലം, ഇപ്പോൾ ബസ്സുകാർ പോലും ഇപ്പോൾ പഞ്ചായത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ ഓട്ടം നിർത്താൻ പോവുകയാണ്, ഇനി അത് ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ നഷ്ടമാണ് സംഭവിക്കുക, അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഓട്ടം നിർത്താൻ പോവുകയാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം റോഡിൻ്റെ ആ പാലം എപ്പോഴാണ് ഇടിഞ്ഞു വരുന്നത് എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നതാണ്. പോകുന്ന സമയത്ത് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമുക്കത് വളരെ നഷ്ടങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല. നിലവിൽ നമുക്ക് അതിലൊരു ഫണ്ട് മെയിൻ്റനൻസിന് വെക്കാനോ അല്ലെങ്കിൽ ആ പാലത്തിന് ചെയ്യാനോ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കേരളത്തിൽ നമ്മൾ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. മലയോര ഹൈവേ സ്ഥലം ഏറ്റെടുത്ത് 85% ഏറ്റെടുത്താൽ മാത്രമാണ് അത് ടെൻഡർ നടപടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയായിട്ടില്ല. നമുക്ക് 80% ആളുകൾ ഭൂമി വിട്ടു തന്നിട്ടില്ല. അപ്പോൾ അത് അവർക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇങ്ങോട്ട് ഫണ്ട് വയ്ക്കുകയും മലയോര വികസനവുമായി ബന്ധപ്പെട്ട് ഇത്രയും കോടി രൂപ വയ്ക്കുകയും നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. തീർച്ചയായും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ഈ ഇത്രയും പൈസ നമുക്ക് അനുവദിച്ചത് മറ്റു പഞ്ചായത്തുകൾ, കുഴു പഞ്ചായത്തിലൊക്കെ അതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ച പോലെ ഇപ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിലും ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവിടെയും വർക്കുകൾ നടക്കും. നമ്മുടെ പുത്തൂര് മാത്രമാണ് ഒരു മെല്ലെപ്പോൾ ഇതുവരെയും ഭൂമി പോലും ഏറ്റെടുത്ത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അത് നല്ല മനസ്സുള്ള ആളുകളും ഇതിൻ്റെ ഒപ്പമുണ്ട്. എന്നാൽ ചെറിയ കാരണങ്ങൾ കൊണ്ട് പിന്നോട്ട് അടിക്കുന്ന ഒരു അവസ്ഥ, അത് മൊത്തം ഒരു വികസനത്തിന് തന്നെ ബാധിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കി പോകണം. മലയോര മേഖല ഹൈവേ വികസനവുമായി നടക്കുന്ന പഞ്ചായത്തുകളിൽ എവിടെയാണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് പോയി ഇൻവെസ്റ്റാവുന്നതാണ്. അവിടെ ആർക്കും ഭൂമിക്ക് 1 രൂപ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കൊടുക്കില്ല എന്ന് തന്നെ തീർത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു കാരണം പല ആവർത്തി നമ്മളിവിടെ 1 രൂപ നിങ്ങൾക്ക് അർഹതപ്പെട്ട രൂപ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അത്
വാങ്ങി തരുന്നതിന് വേണ്ടി മുൻപന്തിയിലുണ്ടാകുമെന്ന് ഞങ്ങളിപ്പോഴും ഉറപ്പ് തരികയാണ്. പക്ഷെ ഭൂമിക്ക് വില കൊടുക്കാൻ മലയോര ഹൈവേയായിട്ട് ബന്ധപ്പെട്ട് ഭൂമിക്ക് വില കൊടുക്കാൻ സാധിക്കില്ല. അതിൽ വരുന്ന ബിൽഡിങ്ങുകൾ അവരുടെ വീട് പോകുന്നത് ഒരു വീടിന് പ്രശ്നം വരുന്നുണ്ട്. അത് ഞങ്ങൾ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കും. ഇവിടെയെല്ലാം നമുക്ക് ഈ മലയോര മേഖലയിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഏരിയയാണ്. അപ്പോൾ കൂടുതലായിട്ട് CM തലത്തിൽ വരെ അത് വളരെ കാര്യമായിട്ട് മോണിറ്റർ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ ആൾറെഡി തന്നെ അനുമതികളെല്ലാം ഉണ്ട്. സ്ഥലം ലഭ്യമാണെങ്കിൽ നമുക്ക് പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് കൃഷിയുടെ മാനദണ്ഡങ്ങളിൽ വരുന്നത്. സ്ഥലം നിങ്ങൾ ലഭ്യമാക്കുക, സ്ഥലം ലഭ്യമാകുക എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രവൃത്തിയിലേക്ക് ഫണ്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വിചാരണം അത് കൃഷി എന്നുള്ളൊരു സർക്കാർ ഫണ്ട് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ആ ഫണ്ട് പൂർത്തിയാക്കാൻ പറ്റണം. ഈ ഫണ്ട് വെച്ചിട്ട് ഫ്രീ അടയ്ക്കുന്ന കാര്യത്തിനോട് കൃഷിക്ക് യാതൊരു യോജിക്കുന്നില്ല. നമുക്ക് ആദ്യമേ കുറച്ച് ഫണ്ടൊക്കെ തന്നിരുന്നു. ചില താമസികളും പറഞ്ഞിട്ട് നമ്മൾ ഫണ്ട് വാങ്ങിയെടുത്തിട്ട് ചില റിപ്പയറുകളൊക്കെ നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ച് പോന്നിട്ടുണ്ട്. പക്ഷെ അത് സ്ഥായിയായിട്ട് ഒരു ആസ്തിയെ ഒരു രണ്ടാമത്തെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ആസ്തിക്ക് മാറ്റം വരുത്താനായിട്ട് അത് കൊണ്ടില്ല. നമ്മളുള്ളത് ഈ പൈസ എടുത്തിട്ട് നമ്മൾ അത്യാവശ്യമുള്ള കുഴികൾ പോകുന്ന കാര്യങ്ങൾ മാത്രം നടക്കുള്ളൂ. അപ്പോൾ ഇപ്പം അതിന് ഫണ്ട് തരില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സ്ഥലം തന്നാൽ കിഫ്ബിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യ അനുസരിച്ച് പ്രവൃത്തി ചെയ്യുന്നതിന് ഇപ്പോൾ യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ പ്രദേശം മാത്രം 13 കൊല്ലം മുമ്പ് നമ്മൾ റോഡ് ആരംഭിച്ചു. അതിനുശേഷം ഒരു മെയിൻ്റനൻസ് വർക്കും ഈ റോഡ് നടത്തില്ല. ബസ്സുകാർ സർവീസ് ബസ് 100 കണക്കിന് വിദ്യാർത്ഥികളും ആളുകളും തൃശ്ശൂർക്ക് ബസ്സിനെ ആശ്രയിച്ച് പോകുന്ന ആളാണ് പ്രദേശത്ത്. അപ്പോൾ അടിയന്തരമായി ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് കൂടി നടത്തും. മലയോരങ്ങളിൽ തുടങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധ പിന്തുണയും ഞാൻ അറിയിക്കുന്നു. അതിലുള്ള ആരാധകർക്ക് അതേപോലെ തന്നെ മതിലൊക്കെ കെട്ടി അതിനാര് പരിശോധിക്കും. പിന്നെ കുടിവെള്ള പദ്ധതികൾ പലതും പോകുന്നതിൻ്റെ ഓട്ടിക്കോടാം. അത് ലക്ഷങ്ങൾ പഞ്ചായത്ത് കൊടുത്ത് ഞാൻ തന്നെ 2 പദ്ധതി നടത്തിയിട്ടുണ്ട്. 80-85 വീട്ടുകാർ വെള്ളം കുടിക്കുന്നതാണ്. മരുട്ടിക്കാർ പള്ളി താഴ്ന്നു തൊട്ട് കൈനിക്കുന്ന വരെയുള്ളതാണ്. അത് മെയിൻ റോഡിൽ ഞങ്ങൾ വിളിച്ചിട്ട് ആളുകൾ വരെ തർക്കം ഉണ്ടാക്കി. പിന്നെ റോഡാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കം ഉണ്ടാക്കി. അത് ഞങ്ങളുടെ അവിടെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച യോഗം കൂടി ഇപ്പം മലയോര ഹൈവേ വരുന്നുണ്ട്. കുടിവെള്ളം പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമുണ്ട്. അതൊന്നും തീർക്കണം, പഞ്ചായത്ത് തീർക്കണം. പഞ്ചായത്തിൻ്റെ എഞ്ചിനീയേഴ്സ് തീർച്ചു. രണ്ടാമത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, മറ്റ് വികസന കാര്യങ്ങൾക്കൊക്കെ സ്കൂൾ സമയങ്ങൾക്കൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്. ഇതിന് മാത്രം കാശില്ല എന്ന് പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. അത് കൂടുതലൊരു അന്വേഷണം കൂടി നടത്തി മലയോര വികസനം വരുമ്പോൾ ഇതൊക്കെ പറയുന്നത് നിൽക്കുന്ന ആളുകളൊക്കെ പറയും ഇത് ശരിയല്ല. വൈഭവ സാഹിത്യം പറഞ്ഞാലും ചില കാര്യങ്ങളോടൊന്നും ചോദിക്കാൻ പറ്റില്ല. പഴയ പോലെയല്ലല്ലോ ഇപ്പോഴത്തെ ജീവിതം. ഇപ്പോഴത്തെ കാലങ്ങൾ പുരോഗമിച്ചില്ല. ഒരു വീട്ടിൽ 8-10 വണ്ടികളാണ്. പണ്ടൊരു വണ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ മലയോര ഹൈവേ ആരാണ്? സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുണ്ട്, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് കിട്ടുമോ? ജാതി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഇവിടെ പറഞ്ഞ പോലെ ജാതികൾക്കൊക്കെ എത്ര വില ഇപ്പോഴത്തെ നിലവാരം വെച്ച് നോക്കുന്നത്. കാരണം നമ്മുടെ നാടിൻ്റെ വികസനമാണ്. ഇത്രയധികം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഏറ്റെടുത്താലും അത് സ്വാഗതാർഹമാണ്. ആളുകളുടെ ഭൂമി വിട്ട് പോകുന്നത് സംബന്ധിച്ച് ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അത് നമ്മൾ കക്ഷി രാഷ്ട്രീയമായ എല്ലാവരും കൂടി ഇരുന്ന് അതിന് തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ ഈ അടക്കം പറഞ്ഞ പൈസ ഇല്ലാന്നാണ് പറയുന്നത്. അത് സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടുന്ന സംവിധാനം കിട്ടുകയാണെങ്കിൽ ആ ജനങ്ങൾക്ക് ഒരു ഉപകാരമായി. അപ്പോൾ നമുക്ക് പണി നടക്കാൻ ഒരു സ്പീഡായി. അപ്പോൾ നമ്മൾ മലയോര ഹൈവേ സംബന്ധിച്ച് ഈ ഇപ്പോൾ പുതിയാണ് ചാർജ് എടുത്തത്. എക്സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടെ ഉണ്ടായ ആളാണ്. ഈ 1 വർഷക്കാലമായി ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ കല്ലിടലും മറ്റു കാര്യങ്ങളും മീറ്റിങ്ങൊക്കെയായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മരുട്ടിച്ച മറ്റേ 6-ാം വാർഡ് മുതൽ 5, 6, 7, 8, 9 വാർഡുകൾ വരുന്ന ഈ പഞ്ചായത്തിൻ്റെ റോഡുകളെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോളാമണിൽ പോകുന്ന വഴിക്ക് ഒരു കുട്ടി അവിടെ ബൈക്കിൽ നിന്ന് വീണു. ഒരു പെൺകുട്ടി. റോഡിൻ്റെ ശോചനാവസ്ഥ മൂലമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഓത്തോട്ടിക്കാരുടെ വീടിൻ്റെ മണ്ണാർക്കാട് മുതൽ കോഴിക്കോട് വരെ പോകുന്ന ഒരു വാണിജ്യ ഹൈവേ ഒരെണ്ണം എക്സ്പ്രസ് ഹൈവേ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടത്തെയും അവിടത്തെയും സാഹചര്യ വ്യത്യാസമുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെന്ന് എൻ്റെ അറിവ്. ഇത് കേരളത്തിന്റെ ഫണ്ടാണ്.
അപ്പോൾ എനിക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനായതുകൊണ്ട് ഈ മാസം തൊട്ട് ഇതിന്റെ ഉത്തരവാദിത്തം എനിക്കായതുകൊണ്ടാണ് ചോദ്യം ഒന്ന്. ഈ പറഞ്ഞ തന്നെയാണ് ചോദ്യം. ഈ സ്ഥലം ഇങ്ങനെ ഏറ്റെടുത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ അതിര് കെട്ടണം. അതിര് കെട്ടണം വെച്ചാൽ കരിങ്കല്ല് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഭിത്തി കെട്ടിയിട്ട് വേണം അവിടെ റോഡ് പണിയാനായിട്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഞങ്ങൾക്ക് ഏകദേശം 40 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള കുരിശടി പൊളിച്ചു മാറ്റേണ്ടി വരും. കാരണം ഇപ്പോൾ കല്ലെടുത്തത് വെച്ചിട്ടാണെങ്കിൽ കുരിശടി റോഡിന്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുരിശടി പൊളിച്ചു മാറ്റുമ്പോൾ അതിന്റെ പുനർനിർമ്മാണം. 2, റോഡിന് തിണ്ട് വരാൻ പോകുന്നത് പള്ളിമേടയിൽ, അതായത് ഇപ്പോഴത്തെ പള്ളിമേട ഇരിക്കുന്നതിന്റെ അതിൻ്റെ അവിടെ, അതായത് പള്ളിമേടയുടെ ചോദ്യം കളയിട്ട് വരുന്ന മാത്രമാണ് നമുക്ക് അവിടെ റോഡുകൾ തിണ്ട് കെട്ടാൻ പറ്റുള്ളൂ. അപ്പം അതിനെ നമുക്ക് എങ്ങനെ അതിന്റെ ബാക്കി പണികൾ എങ്ങനെ ചെയ്തു തരും? ആ സ്ഥലം നമുക്കത് ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയൊരു പ്രശ്നം പലർക്കും പട്ടയമില്ല, ആധാരത്തിന്റെ തന്നെ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം അതിന്റെ സജഷനാണ്, ഇതിന്റെ നിയമവശമൊക്കെ ഇവിടുത്തെ റവന്യൂ അധികാരികളൊക്കെ എടുക്കണം. ആദ്യം ആ പട്ടയത്തിന്റെ കാര്യം ഒന്ന് ആൾക്കാർക്ക് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീർക്കും. രണ്ടാമത്തെ പ്രശ്നമാണ്, ഞാനിപ്പോ റവന്യൂ മന്ത്രി നമ്മുടെ നാട്ടുകാരനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം പകുതി ആൾക്കാർക്ക് എടുക്കും. കാരണം ബാക്കി കിടക്കണ 3 സെന്റ് വിൽക്കാനായാലും അതിനെന്ത് വേണം? പട്ടയം വേണം, അല്ലെങ്കിൽ വലിയില്ല. നമുക്കറിയാം ആധാരത്തിന്റെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ വർക്കുകൾ ചെയ്യാം. ഇവരുടെ നിങ്ങളെ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്റെ ഓപ്പോസിറ്റിൽ ഒരു കാവേരം വന്നു. അവിയൊരു വീടിനുണ്ട്, അവിടെ പാലം. അയാൾ നടുറോഡിൽ ചവിട്ടിൽ ഞാൻ ബാങ്കിലേക്ക് പോകുമ്പോൾ അയാൾ ബാങ്കിലേക്ക് പോകും. ലാസ്റ്റ് ഞാൻ ബാങ്കിലേക്ക് പോയിട്ട് അയാൾ കിടന്നു. വികസനം പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഓക്കെ, നഷ്ടപരിഹാരം കൊടുക്കണം, കാശ് കൊടുക്കണം. ഈ ജനങ്ങളുടെ മൊത്തം വീട് പണിക്കായിട്ട് കാശ് കൊടുക്കണം. ചെയ്യാം. പഞ്ചായത്തും നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കണം. ഞങ്ങളെല്ലാവരും സ്ഥലം വിട്ടു കൊടുക്കാൻ തയ്യാറുള്ളവർ തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കും. ഞങ്ങൾക്ക് ഇതിനെതിരല്ല, അതിന് പരമാവധി വിട്ടുവീഴ്ചയിലാണ് ഞങ്ങൾ. ഏകദേശം 90 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് പ്രകടമായ ഒരു പദ്ധതിയാണ്. 136 കോടി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു. നേരത്തെ നമുക്കൊക്കെ പണം കിട്ടാനായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പണം റോഡ് പണിയാൻ 12 മീറ്റർ വീതിയിൽ ഹൈവേ പണിയുന്നതിന് വേണ്ടി സർക്കാർ അതിന്റെ പണം ഉത്തരവായി ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതില് ഇത്